Good evening, Badarsamma Clinic. Yes, sir. Okay. Mr. Varghese? Left side, second room. Okay. അച്ചായ എന്താ വർഗീസേട്ടത്? എന്താ സംഭവിച്ചേ? ഞങ്ങൾ ആകെ ഭയപ്പെട്ടു പോയി. പേടിക്കാനൊന്നുമില്ലടോ. അച്ചായൻ അങ്ങനെയൊക്കെ പറയാം. ആരും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അതുകൊണ്ടാ നിങ്ങളെ അറിയിക്കാഞ്ഞ്. സത്യത്തിൽ എന്താ ഉണ്ടായ അച്ചായ? 5-6 വർഷമായി വയറിൻ്റെ വലതുഭാഗത്തൊരു വേദന. സ്വന്തമായിട്ട് കുറേ ചികിത്സിച്ച് നോക്കി. ഫലിക്കാതെ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ പറയാം. ആരും അറിയാതെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. ഒരു സർജറി വേണമെന്ന് പറഞ്ഞപ്പോ ആ സമ്മതപത്രത്തിൽ സ്വന്തം കയ്യൊപ്പും ചേർത്തു. നിർത്ത അസീസേ, ഇതത്ര വലിയ കാര്യമാണോ? അച്ചായനായി ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. നിങ്ങളൊക്കെ അറിയിക്കണമെന്ന് ഞാൻ പലതവണ ചിന്തിച്ചതാ. പിന്നെന്തോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലോ. അച്ചായ, ഈ നാട്ടിൽ നമ്മളൊക്കെ ജീവിക്കണത് വെറും ഒരു പേപ്പറിന്റെ ബലത്തിലാ. അതിലൊരു റെഡ് സീൽ വീണ കഴിഞ്ഞു ഇവിടുത്തെ വനവാസം. പരസ്പര സഹായം എന്നത് നമ്മുടെ കൂടപ്പറപ്പാ. ഓ മതി മതി അസീസേ. ദേ നാളെ ഡ്യൂട്ടി ഉള്ളതല്ലേ, ചെല്ലേ ഞാനൊന്ന് മയങ്ങിക്കോട്ടെ. അല്ല ആരാത്? വാ വാ. ഇന്നലെ അറിഞ്ഞിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല. ഓ അതൊന്നും സാരില്ല. ആ പീതാംബരൻ എങ്ങനെയുണ്ട്? സുഖാണ്. ആ ആരുമില്ലേ കൂടെ? എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് ഡ്യൂട്ടി ഉള്ളതല്ലേ, അവരൊക്കെ പോയി. ഡോക്ടർ എന്തു പറഞ്ഞു? ഏയ് കുഴപ്പമൊന്നുമില്ല, നാളെ തന്നെ പോവാന്ന് പറഞ്ഞു. വീട്ടിലറിയിച്ചോ? ഇല്ല, കത്രീനെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് അറിയിക്കാന്ന് വെച്ചു. അതെന്താ? അടുത്ത മാസം എൻ്റെ വെക്കേഷനാ. കത്രീൻ ആ മൂഡിലാ. അതെ, നമ്മുടെ ഈ കറക്കം വീട്ടിലറിഞ്ഞുന്നാ തോന്നണേ. ഇന്നലെ അച്ഛനമ്മയും പറയണ കേട്ടു. അതെ, നമുക്കിനി ഈ ഏർപ്പാട് വേണ്ട. എന്നുവെച്ചാ ഇനി കാണരുതെന്നാണോ പറയണേ? കാണരുത് എന്നല്ല അതിനർത്ഥം. അന്യനാട്ടിൽ അന്യമതക്കാരായ നമ്മൾ 2 പേർ അന്യോന്യം മനസ്സിലാക്കിയെന്നത് ശരി തന്നെ. പക്ഷേ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ജീവിതത്തിൽ ചിലതൊക്കെ നമുക്ക് മറക്കേണ്ടി വരും, മറ്റു ചിലത് എന്നൊന്നും ഓർക്കേണ്ടിയും വരും. ഞാൻ വർഗീസറിനോട് സംസാരിക്കാം. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? എന്തുകൊണ്ടില്ല? നമ്മുടെ അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ നമ്മളെ അംഗീകരിക്കുന്ന എന്താ ഉറപ്പ്? അവരൊക്കെ അംഗീകരിക്കും. തൗഫീഖ്, എനിക്ക് അത്ര വിശ്വാസം പോരാ. സിന്ധുവിന് എന്നെ വിശ്വസിക്കാം. ഞാനുണ്ടാവും കൂടെ എന്നും. തൗഫീഖ്, ഞാൻ പറയുന്ന കേൾക്ക്. വേണ്ട. വേണ്ട. നീയും ഞാനും മാത്രമല്ല ഈ ലോകം, ഒരു സമൂഹമാണ് ഈ ലോകം. ഈ സമൂഹം ഇത് അംഗീകരിക്കില്ലെന്നാണോ? സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കും വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ എന്റെ ഇഷ്ടം ഇവിടെ തന്നെ കുഴിച്ചുമൂടാം. എന്താ തൗഫീഖ്? തൗഫീഖ്, തോഴി ആട്ടത്തിലും നോട്ടത്തിലും ആട്ടത്തിലും. അല്ല ഇത് ക്ലാസ്സിൽ പഠിച്ചതോ അതോ മറ്റാരെങ്കിലും? ഏയ്, ഇത് ക്ലാസ്സിൽ പഠിച്ചോന്നല്ല, ഇത് ഞാൻ വഴിയിൽ കേട്ടതാ. കല്യാണം കഴിക്കാത്ത ചെക്കനാ, വഴിയിൽ വെച്ച് ഇതൊക്കെ കേൾക്കും. ഓ ശരിയാ. ഹലോ, അതെ
എപ്പോ? എന്നിട്ട് വാപ്പാ വാപ്പാ വർഗീസേട്ടാ, വാപ്പാ. എടാ തൗഫീഖേ, എന്താ അസീസേ, തൗഫീഖേ, അസീസേ, എന്തു പറ്റിയടാ? എടാ, എന്താണ് തോഫിക്ക്? എന്താടാ വർഗീസേട്ടാ, പറ, എന്തു പറ്റി? പറ. എന്തിനാ? സാരമില്ല, തൗഫീഖേ, നീ ഇവിടെ ഇരിക്ക്. ഇരിക്ക്. നീ സമാധാനിക്ക്. തൗഫീഖേ, തൗഫീഖേ, വർഗീസേട്ടാ. സമാധാനിക്ക്. എനിക്ക് നാട്ടിൽ പോണം. എനിക്ക് നാട്ടിൽ പോണം. എനിക്ക് പോണം. മേ കമിൻ? ആരത്? വരണം ടീച്ചർ, വരണോ? എന്തുണ്ട് വിശേഷങ്ങൾ? പീതാംബറിന് എങ്ങനെയുണ്ട്? അത് പറയാനാ ഞാൻ വന്നത്. കാലിന് പിന്നെയും പഴുപ്പ്. ഡോക്ടറെ കാണിച്ചപ്പോ ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓഹോ, അതിന് പൈസ വേണം, അതിനാണോ വന്നത്? ഇപ്പൊ വാങ്ങി തന്നെ 15,000 മേലുണ്ടല്ലോ. ഇനി വീണ്ടും? അങ്ങനെ പറയരുത്. അങ്ങനെ പറയാൻ മാത്രം ബന്ധങ്ങളൊന്നും നമ്മ തമ്മില്ലല്ലോ. ഒന്നുണ്ടായിരുന്നത് അത് നീ തന്നെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പറയരുത് പ്ലീസ്. വിസ കഴിഞ്ഞിട്ട് മാസം 8 അതിന്റെ നൂലാമാലകളൊന്ന് കഴിഞ്ഞു കിട്ടണ്ടേ? ടീച്ചർക്ക് എന്റെ ബിസിനസ്സിന് അറിയാമല്ലോ, ഇവിടെ കണ്ണുനീരിനും സത്യത്തിനും ഒന്നിനും വിലയില്ല. അതുകൊണ്ട് ടീച്ചർക്ക് പോവാം. ടീച്ചർക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. ടീച്ചർക്ക് 2 പെമ്പിള്ളേരുണ്ടല്ലോ, നല്ല സുന്ദരികളായ പിള്ളേർ. അതിലൊന്നിനെ കൂട്ടിങ്ങ് പോര്. അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്നുള്ളത് ശരിയാണ്. എന്നും ഞാൻ അങ്ങനെയാണെന്നാണോ വിചാരിച്ചത്? പട്ടിണി കിടന്ന് മരിച്ചാലും എന്റെ മക്കളെ നിനക്ക് ഞാൻ വിട്ടുതരില്ല. ആ